അപ്പം നമ്മളുടെ ഒരു മിറാക്കിൾ ഹെയർ പാക്ക്, ഒറ്റ യൂസിൽ മുടി കൊഴിച്ചിൽ മാറ്റുന്ന ഒരു മിറാക്കിൾ ഹെയർ പാക്കാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടീസ്പൂൺ ആവണക്കെണ്ണയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ യാതൊന്നും പറയാനില്ല. മുടി ഒരു ദിവസം കൊണ്ട് വളരുകയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും ഇത്ര നമ്മൾ ആവണക്കെണ്ണയും കൂടി അതിൽ ചേർത്ത്. ഇനി ആവണക്കെണ്ണ ലഭ്യമല്ലാത്തവർ നമ്മളുടെ വെളിച്ചെണ്ണ ചേർത്തിയാലും മതി. പക്ഷേ നമുക്ക് ഏറ്റവും ഗുണം ആവണക്കെണ്ണ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പാക്കിൽ മെയിനായിട്ട് കൂട്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒന്നാമത്തെ മുരിങ്ങക്കായ. മുരിങ്ങക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്, ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് കാരണം മുടി കൊഴിച്ചിൽ ഒറ്റയടിക്ക് നിൽക്കുന്നതാണ് നമ്മളെ മുരിങ്ങക്കായ. അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അത് മുടി പെട്ടെന്ന് വളരാൻ സഹായിക്കും. പിന്നെ വിറ്റാമിൻ എ, വിറ്റാമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട്. താരൻ പൂർണ്ണമായും മാറ്റും. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നമ്മളുടെ ഈ മുരിങ്ങക്കായയുടെ ഉള്ളിലത്തെ സാധനമാണ് കേട്ടോ നമ്മൾ എടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ മുരിങ്ങക്കായയിലത്തെ ആ കൊഴുപ്പ് ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. അത് കാരണം നമ്മളെ മുടി നല്ല സിൽക്കി സോഫ്റ്റി ഒക്കെ ആയിട്ട് നിൽക്കാൻ നല്ലതാണ്. അത് കാരണം അറ്റം പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. മുടി നല്ല മൃദുത്വം ആവും. പിന്നെ നമ്മളെ കറ്റാർവാഴയാണ്. കറ്റാർവാഴ നിങ്ങളൊരു 10 മിനിറ്റ് മുന്നെങ്കിലും മുറിച്ച് വെക്കണം കേട്ടോ. കഴുകിയിട്ട് മുറിച്ച് വെക്കണം. കണ്ടല്ലോ. എന്നിട്ട് കണ്ടതിൻ്റെ ഉള്ളിലത്തെ ഈ സാധനം നമുക്ക് ചിലവർക്ക് ചൊറിച്ചിലുണ്ടാക്കും. അത് കാരണം ഇത് ഉപയോഗിക്കരുത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഒന്നും കൂടിയും കഴുകി വെക്കണം. കണ്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണം നമ്മൾ കറ്റാർവാഴ എടുക്കാൻ. ഈ നമ്മൾ കറ്റാർവാഴയുടെ ഈ പച്ച കളർ വേണ്ടാത്തവരും എടുക്കണ്ട. അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ആ കാമ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ എൻസൈമുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ എൻസൈമുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേണ്ടാത്ത കോശങ്ങളെ, മൃദു കോശങ്ങളെ പുറന്തള്ളും. അതുപോലെ തന്നെ പുതിയ പുതിയ കോശങ്ങൾ വളരും. കൂടുതൽ മുടി നന്നായി വളരും. അപ്പോൾ നല്ല സ്മൂത്തി ആയിട്ടുള്ള മുടിയാവും. അതും അറ്റം പൊട്ടി പോവാണതും ചിലവർക്ക് ഉണ്ടല്ലോ ഈ താരൻ കൊണ്ടൊക്കെ വല്ലാതെ ചൊറിയ, ആ ചൊറിച്ചിലൊക്കെ നമുക്ക് പെട്ടെന്ന് നിൽക്കൂട്ടോ. ഈ താരൻ കൊണ്ടുള്ള ചൊറിച്ചിൽ മാറാൻ നമ്മളെ കറ്റാർവാഴ ഒരുപാട് ഉപയോഗിക്കും. വളരെ സഹായകരമായ ഒന്ന് തന്നെയാണ്. നമ്മളെ pH ലെവല് ബാലൻസ് ചെയ്യും. അത് കാരണം തന്നെയാണ് നമ്മളെ താരനും തലയിലത്തെ ചൊറിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നത്. മുരിങ്ങക്കായയുടെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൽ കുറച്ച് കറ്റാർവാഴയും കൂടി ചേർക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മുടി അറ്റം വിളർന്നതൊക്കെ വൃത്തിയാവും കേട്ടോ. നല്ല നിങ്ങൾക്ക് തന്നെ അത് ഒറ്റ പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് പൂർണ്ണമായും മാറി കിട്ടുന്ന ഒരു പാക്കാണിത്. ഇതിൽ വേറൊരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അതെന്താണെന്നറിയോ? ആവണക്കെണ്ണ. ആവണക്കെണ്ണ 1 ടീസ്പൂൺ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആവണക്കെണ്ണ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നത് ഒന്നാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവണക്കെണ്ണ കിട്ടാത്തവരെ വെളിച്ചെണ്ണ ചേർക്കാം. അല്ല നിങ്ങൾ കാച്ചി എന്തെങ്കിലും എണ്ണ തേക്കുകയാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. കണ്ടോ, മുരിങ്ങക്കായ നമ്മൾ നന്നായി കഴുകിയിട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചാട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ വേവിച്ച് വെച്ചു. ഇനി ഇതിൻ്റെ കാമ്പയാണ് നമുക്ക് വേണ്ടു. ഉള്ളിലത്തെ കാമ്പ്, ആ തോല് വേണ്ട കേട്ടോ. ഇത് നമ്മളേ ഒരു 10 മിനിറ്റ് വേവിച്ച മുരിങ്ങക്കായ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കാമ്പ് മാത്രമേ വേണ്ടൂ. ഞാൻ ഒരു മുരിങ്ങക്കായ മുറിച്ചതാണ് കേട്ടോ, മുറിച്ചിട്ട് വേവിച്ചതാണത്. നിങ്ങൾക്കിനി ഇതിലധികം ക്വാണ്ടിറ്റിയിൽ വേണം. ചിലവർക്ക് നല്ല മുടിയല്ലേ, ഇത് അറ്റം വരെ തേക്കാം. മുടിയുടെ സ്കാൽപ്പിൽ മാത്രമല്ല, നമുക്ക് അറ്റം വരെ തേക്കാം. അപ്പോൾ നമുക്ക് 2 എണ്ണം വേണ്ടവർ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. ഇത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയാണ് ഞാൻ. കാരണം വീട്ടിലുണ്ടായതാണ്. അപ്പോൾ നമുക്ക് വിഷമൊന്നും ഒരു ഇതും പേടിക്കാനില്ല. നമ്മളെ വീട്ടിലത്തെ മുരിങ്ങക്കായാണല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് തേക്കാം. ഞാൻ ഒറ്റ പ്രാവശ്യം തേച്ചപ്പോൾ തന്നെ എനിക്കിത് വല്ലാത്തൊരു റിസൾട്ട് തന്നു. അത് കാരണം നിങ്ങളും കൂടിയും എല്ലാവർക്കും മുടി വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ തേച്ചുള്ളൂ കേട്ടോ. എൻ്റെ മുടിക്ക് വളരെ ഒരു മാറ്റം കണ്ടോ. ഇനി എല്ലാതും ഇങ്ങനെ നമുക്ക് എടുക്കാം. നമ്മളെ മുരിങ്ങക്കായ വേവിച്ചത് ഇത്രയും കിട്ടി നമുക്ക്. ഇത് വേവിച്ച വെള്ളം ആരും കളയണ്ട. പേക്കിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വെള്ളം കൂട്ടിയിട്ട് നമുക്ക് അരയ്ക്കാം. കറ്റാർവാഴ അതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ജെല്ല് മാത്രം മതി. ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ കത്തി കൊണ്ട് മുറിച്ച് വെച്ചിട്ട് പിന്നെ ഈ സ്പൂൺ കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ പൂണ്ടെടുക്കാം കേട്ടോ. കണ്ടോ, ഇത് മുഴുവനായിട്ട് നമ്മൾ പൂണ്ടെടുക്കുക.
അപ്പോൾ നമുക്ക് ഇത്ര കറ്റാർവാഴ കിട്ടി. ഇനി ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ല സ്മൂത്തി ആയിട്ട് കണ്ടോ, രണ്ടും കൂടി നമ്മൾ മിക്സിയിലിട്ട് നല്ല സ്മൂത്തി പരുവം അരച്ചെടുക്കണം. നല്ല മിനിങ്ങനെ അരയ്ക്കണം. നമ്മൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ട് വേണം ആവണക്കെണ്ണ ചേർക്കാൻ. ആവണക്കെണ്ണ അതിൽ പറഞ്ഞരയ്ക്കരുത്. കാരണം ആവണക്കെണ്ണ പറഞ്ഞാൽ അമൂല്യമാണ്. അത് ഒരുപടിയൊന്നും നമ്മൾ കൂട്ടാൻ പാടില്ല, വളരെ കുറച്ചേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഈ മിക്സിയിലൊക്കെ പെരണ്ടത് പോവും. അപ്പോൾ അത് അരച്ച് കൊടുത്തിട്ട് നമുക്ക് ചേർത്താം. വേണമെങ്കിൽ ഈ വെള്ളം കൂട്ടി അരയ്ക്കാം, മുരിങ്ങക്കായ വേവിച്ച വെള്ളം. അപ്പോൾ നമ്മളിത് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ച് കൊടുക്കും. ഇതിൽ വെള്ളം ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത്രയും വെള്ളം വേണ്ടു, അല്ലെങ്കിൽ നമ്മളെ ഒലിക്കും. അപ്പോൾ വെള്ളം മുരിങ്ങക്കായയിൽ അധികം വെള്ളം പാരാതെ വെച്ചോളുണ്ട്. എല്ലാവർക്കും അറിയാലോ, കുക്കറിലൊന്നും ഇടണ്ട, മുരിങ്ങക്കായ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളുടെ ഹെയർ പാക്ക് ഇവിടെ സ്മൂത്തിയായി അരച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവണക്കെണ്ണയും കൂടിയും ചേർത്താം. ഒരു 2-3 തുള്ളി മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തിക്കോളൂ കേട്ടോ. ഇത്രയും ആവണക്കെണ്ണ ചേർത്തിയാൽ മതി നമ്മളിതിൽ. വെളിച്ചെണ്ണ ആകുമ്പോൾ നിങ്ങൾ ഒരു ടീസ്പൂൺ ചേർത്തിക്കോളൂ. നിങ്ങൾ തേക്കണ കാച്ചിയ എണ്ണ ഇതിൽ ചേർക്കാം, ഒരു വിരോധവും ഇല്ല. ഏതൊരു ഹെയർ പാക്ക് തേക്കുമ്പോഴും നമ്മൾ തേക്കണ എണ്ണ കുറച്ച് നമ്മൾ തൊട്ട് വരട്ടണം. കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നമ്മൾ നന്നായി ചൂടാക്കിയതിൻ്റെ ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ പാക്ക് ഇടാവൂ. ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അരമണിക്കൂർ അത് മുടിയിൽ തലയിൽ വെക്കണം. ഇത് അറ്റം വരെ തേക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ വാഷ് ശീലമുള്ളവരാണെങ്കിൽ കുറച്ചൊരു നോർമലായിട്ടുള്ളൊരു മൈൽഡ് ഷാമ്പൂ നിങ്ങൾക്ക് തേക്കാം. അല്ല ഇനി ചെമ്പരത്തിയിലെ പൂവോ ഒക്കെ അരച്ച് തേക്കണം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും തേക്കാം കേട്ടോ. അല്ല ഒന്നും വേണ്ട, നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞ് അത് സമാധാനം സന്തോഷം കിട്ടണവരെ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ ഒരു ഷാമ്പൂ തേക്കാതെ നോർമൽ വാട്ടറിൽ കഴുകി കളയുക. നമ്മളൊരു 4 തുള്ളി ആവണക്കെണ്ണയല്ലേ ഉള്ളൂ, അതുപോലെ ഒരു 3-4 തുള്ളി ഈ എണ്ണ മാത്രമേ ഉള്ളൂ. കണ്ടോ, അത് നമുക്ക് അധികമൊന്നുമില്ല, ഇത്രയും എണ്ണ എടുക്കുള്ളൂ. ഇത് നമ്മളെ തലയോട്ടിയിൽ ഒന്ന് എല്ലായിടത്തും കൂടി ഒരു രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്കിലാണ് നമ്മളെ പോൾസുകളൊക്കെ തുറക്കുള്ളൂ. ഇങ്ങനെ ചൂടാക്കി നമ്മൾ ഈ തലയോട്ടിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇതാക്കുമ്പോൾ. അപ്പോൾ ഈ പാക്ക് നന്നായിട്ട് അബ്സോർവ് ആവും. അപ്പം നമുക്ക് ഒറ്റയടിക്ക് മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ മുടി കൊഴിയുന്നവരും മുടി ചെറുതായിട്ട് വളരാത്തവരൊക്കെ തീർച്ചയായിട്ടും ഈ ഹെയർ പാക്ക് ഒരു പ്രാവശ്യം ഒന്ന് തേച്ച് നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം തേച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഗുണം കിട്ടി. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോട്ടെ, അത്രയും ഞാൻ കരുതിയുള്ളൂ. എല്ലാവരും ഉപയോഗിച്ചോട്ടെ, എല്ലാവർക്കും ഗുണം കിട്ടിക്കോട്ടെ. അപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ ഒരു 5 മിനിറ്റ് തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് കൊടുക്കണം കേട്ടോ എല്ലാവരും. ഞാൻ തിരക്ക് കൂട്ടുന്നുണ്ടിട്ട് ആരും തിരക്ക് കൂട്ടണ്ട, രാവിലെ സമയമാണ്, അതുകൊണ്ട് ഞാൻ ഒത്തിരി തിരക്ക് കൂട്ടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കയ്യിലിട്ട് ചൂടാക്കി കുറേശ്ശെ ഇത് അറ്റം വരെ തേക്കണം. ഒരു തലപ്പത്തേക്കും കുറച്ച് തേക്കണം കേട്ടോ എണ്ണ. അറ്റം വരെ കുറച്ച് തലപ്പത്തേക്കും തേക്കും. ഇത്ര എണ്ണ മതി മക്കളെ. ഞാൻ തേക്കണ എണ്ണ നമ്മളുടെ കേശസഞ്ജീവനിയാണ്. ഇത് വേണ്ടവരൊക്കെ ഓർഡർ കൊടുത്തോളൂ കേട്ടോ. മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിക്കുകയെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയെ എന്താ വെച്ചാൽ ചെയ്തോളൂ. സേഫായിട്ട് വീട്ടിലെത്തിച്ചു തരുന്നതായി. മക്കളെ, നമ്മളിപ്പോൾ എന്ത് ഹെയർ പാക്ക് ഇടുമ്പോഴും നമുക്ക് നല്ല സുഖമുഖം കഴുകി വന്നിട്ട് നമ്മളെ കാന്തി ക്യാരറ്റ് ഓയിൽ തേക്കാം. അത് മുടിയിലും പിടിക്കും, ഇത് നമ്മളെ മുഖത്തും കഴുത്തിലൊക്കെ പിടിക്കും. അത് കാരണം കേട്ടോ ഞാൻ മാക്സി മാറ്റി വന്നത്. കാരണം എണ്ണയല്ലേ, ഇനി അതിൽ പിടിക്കേണ്ട വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളിതിൽ മഞ്ഞളൊന്നും കൂട്ടണില്ല. നമ്മളിതിൽ മഞ്ചിഷ്ട, ഇരട്ടി മധുരം, അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റ്, അങ്ങനെ നാളികേരപ്പാല, വെളിച്ചെണ്ണ, അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കണം. അതുകൊണ്ട് ഡ്രസ്സിലേക്ക് കളർ പിടിക്കുകയൊന്നുമില്ല കേട്ടോ. പക്ഷെ എങ്കിലും നമുക്കൊരു സുഖം കിട്ടണില്ലല്ലോ. അത് കാരണമാണ് കേട്ടോ ഞാൻ മാക്സി മാറ്റി വന്നത്. അപ്പം ഇത് നമുക്ക് മുഖത്തും തേക്കാം. എന്ത് നമ്മൾ കയ്യിലിട്ടൊന്ന് ചൂട് ഇങ്ങനെ ആക്കണം കേട്ടോ. എങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ പോൾസുകളൊക്കെ തുറന്നിട്ട് ഇത് ഈ എണ്ണ നല്ലതായിട്ട് അബ്സോർവായി നമ്മളുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ പെട്ടെന്ന് മാറി കിട്ടും. കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറം, മൂക്കിൻ്റെ ചുറ്റും, അതുപോലെ മുഖക്കുരുവിൻ്റെ പാടുകൾ, എന്ത് പാടുകളും കരിമംഗല്യം ഒക്കെ മാറ്റി തരും കേട്ടോ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂറെങ്കിലും മുഖത്ത് വെക്കണം. 2 നേരം നിങ്ങൾക്ക് തേക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഇത് മുടിയിലൊക്കെ തേക്കാം കേട്ടോ. ഇത് തലപ്പ് വരെയും തേക്കാം, സ്കാൽപ്പിൽ തേച്ച് ബാക്കിയുള്ളത് കേട്ടോ. മുടി കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ അറ്റം പൊട്ടി വളരാതിരിക്കാനും ഒക്കെ അപ്പോൾ ഇതിൻ്റെ തലപ്പ് വരേക്ക് നിങ്ങൾ തേച്ചോളൂ കേട്ടോ. 2 മുരിങ്ങക്കായ വേണ്ടവർ അത് എടുത്തോളൂ. ഞാൻ 1 എടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്നലെ 2 എടുത്ത് തേച്ചു. അപ്പോൾ എനിക്ക് മുടിക്ക് നല്ല മാറ്റം തോന്നി. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇന്ന് വീഡിയോ വീണ്ടും ചെയ്യാണ്. അപ്പോൾ എനിക്കിതിപ്പോൾ ഇന്ന് ആഴ്ചയിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് ആഴ്ചയിൽ 2 ദിവസം തേച്ചാൽ മതി കേട്ടോ.
ഇത് കൂടുതലും തേക്കണ്ട. പിന്നെ വേറൊരു കാര്യം, മുടി നമ്മൾ ഇതിങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം സ്ഥിരം തേക്കുകയാണെങ്കിലേ നമ്മളുടെ മുടി സ്ഥിരമായിട്ട് ഇങ്ങനെ തേച്ചാൽ നമുക്ക് സ്വാഭാവികമായ കറുപ്പ് കളർ കൂട്ടാൻ നല്ലതാട്ടോ മുരിങ്ങക്കായ. മുരിങ്ങയെക്കാളും വിശേഷപ്പെട്ടതാണ് മുരിങ്ങക്കായ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ അമ്മ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.